എല്ലാവർക്കും കിനു സ്റ്റിച്ചിങ്ങിലേക്ക് സ്വാഗതം. ഇന്നിവിടെ മ്യൂറൽ പെയിൻറ്റിംഗ് ഉള്ള ഒരു ക്ലോത്ത് വെച്ചിട്ട് ഒരു സ്കേർട്ടാണ് തയ്ക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ക്ലോത്തും ഒരു ലൈനിങ് ക്ലോത്തും കോട്ടൻ്റെ ലൈനിങ് ക്ലോത്തും ആവശ്യമാണ്. നമ്മളെ മെയിൻ ക്ലോത്തിൻ്റെ നീളം 20 ഇഞ്ചാണ്, 20 ഇഞ്ച് നീളം. ഇതിൻ്റെ അടി ഒരു ഇഞ്ചിൽ നമ്മൾ മടക്കി തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 21.5 ഇഞ്ചൊക്കെ എടുക്കണം, എന്നിട്ട് മടക്കി തയ്ക്കുക. ഇനി ഇതിൻ്റെ വീതി വന്നിട്ട് ഞാൻ 4 മടക്കിയതിന് ശേഷം മടക്കിയതിന് ശേഷം 17 ഇഞ്ച് വീതിയാണ്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ലൈനിങ് ക്ലോത്ത് എടുക്കാം. ലൈനിങ് ക്ലോത്തിൻ്റെ നീളം 17 ഇഞ്ചാണ്. ഇത് നമ്മളൊരു 1/2 ഇഞ്ചിൽ താഴെ മടക്കി തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 18 ഇഞ്ച് ക്ലോത്ത് എടുത്തിട്ട് 1/2 ഇഞ്ച് മടക്കി തയ്ക്കാം. അതിൻ്റെ വീതി വന്നിട്ട് നമ്മൾ 2 മടക്കാക്കിയതിന് ശേഷം ഒരു 30 ഇഞ്ചാണ് എടുക്കുന്നത്. നമുക്ക് ബാൻഡ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള പീസ്, അതിൻ്റെ നീളം 15 ഇഞ്ചാണ്. വീതി വന്നിട്ട് 4 ഇഞ്ച്. ഇനി നമുക്ക് ബാൻഡിൻ്റെ വീതി 4 ഇഞ്ചാണ്. നമ്മൾ മെയിൻ ക്ലോത്ത് എടുത്തിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം വലിയ ഞൊറിവ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതാക്കി എടുക്കണമെങ്കിൽ എടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ ലൈനിങ് ക്ലോത്തും ഞൊറിഞ്ഞ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ 1/2 ഇഞ്ച് വിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പം നമ്മൾ മെയിൻ ക്ലോത്ത് ഇതേപോലെ ഞെറി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ വീതി വന്നിട്ട് നമുക്ക് 13 ഇഞ്ചാണ് കിട്ടുന്നത്. ലൈനിങ് ക്ലോത്തും ഇതേപോലെ ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഞൊറിഞ്ഞെടുത്ത ഈ ലൈനിങ്ങിൻ്റെ പൊക്കത്തോട്ട് മെയിൻ ക്ലോത്ത് വെച്ച് 1/2 ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ 2 ക്ലോത്തും കൂടി അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ബാൻഡ് അറ്റാച്ച് ചെയ്ത് എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാൻഡിൻ്റെ താഴ്ഭാഗം ഒരു 1/2 ഇഞ്ച് മടക്കി അയൺ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ലൈനിങ് ക്ലോത്ത് മുകളിൽ വരുന്ന രീതിയിൽ വച്ച് തയ്ച്ചെടുക്കാം. ബാൻഡിൻ്റെ സൈഡ് ഒരല്പം മടക്കി വേണം തയ്ക്കാൻ. ഇനി ഇതേപോലെ മടക്കി നമുക്കിതിൻ്റെ പുറത്തേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എലാസ്റ്റിക് എടുക്കാം. ഇരുപത് ഇഞ്ച് എലാസ്റ്റിക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നീളം, എലാസ്റ്റിക്കിൻ്റെ നീളം. നമുക്ക് ഒരു പിൻ കുത്തി വെച്ചിട്ട് ഇലാസ്റ്റിക് ഈ ബാൻഡിൻ്റെ അകത്തൂടെ കടത്തിയെടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലൂടെ 1/2 ഇഞ്ച് വിട്ടിട്ട് തയ്ച്ചെടുക്കാം. താഴ്ഭാഗം വരെ തയ്ച്ചെടുക്കാം. നിങ്ങൾക്ക് ഈ സ്കേർട്ട് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.